ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേന്ദ്ര ബജറ്റ് ഇന്ന് രാവിലെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. പ്രതീക്ഷയോടെ കേരളം. ബജറ്റ് അവതരണത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 കോളേജ് വിദ്യാർത്ഥികളുമായി ധനമന്ത്രി സംവദിക്കും. ഗുരു രവിദാസിന്റെ 649-ാം ജന്മവാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്നും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അനിവാര്യമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരക്ഷിതത്വം പ്രധാനമാണെന്നും ഇതിനായി സുശക്തമായ കുടിയേറ്റ നിയമമാണ് ആവശ്യമെന്നും 5ാമത് ലോക കേരള സഭയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂസിലൻഡിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വിജയത്തോടെ അവസാനം കുറിച്ച് ഇന്ത്യ. ഇഷാൻ കിഷന് സെഞ്ചുറി, ഹർഷ്ദീപ് സിംഗിന് 5 വിക്കറ്റ്. വാർത്തകൾ വിശദമായി. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേന്ദ്ര ബജറ്റ് ഇന്ന് രാവിലെ 11-ന് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. വളർച്ച, തൊഴിലവസര സൃഷ്ടി, സാമ്പത്തിക സ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബജറ്റ് വരും വർഷത്തേക്കുള്ള സർക്കാരിന്റെ സാമ്പത്തിക രൂപരേഖ അവതരിപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത് ബജറ്റ് അവതരണമാണ് ഇത്തവണത്തേത്. ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന അപൂർവതയുമുണ്ട്. തുടർച്ചയായി 9 ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡും ശ്രീമതി നിർമ്മല സീതാരാമന് സ്വന്തമാക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്കായുള്ള വിശദമായ വീക്ഷണം ബജറ്റ് അനാവരണം ചെയ്യും. പുതിയ ആദായ നികുതി സ്കീമിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ ഇളവുകൾ ഉണ്ടായേക്കും. അടിസ്ഥാന സൌകര്യത്തിനും കൂടുതൽ ഊന്നലുണ്ടാകും. കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും കൂടുതൽ വകയിരുത്തലുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളും ഏറെ പ്രതീക്ഷയിലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിവേഗ റെയിൽപാതയും വിഴിഞ്ഞം തുറമുഖ വികസനവും എയിംസ് പ്രഖ്യാപനവും പ്രതീക്ഷകളിലുണ്ട്. വയനാട് പുനരധിവാസവും ശബരി പദ്ധതിയും പ്രഖ്യാപിച്ചാൽ അതും ആശ്വാസമാകും. ഞായറാഴ്ചയാണെങ്കിലും ബജറ്റ് കണക്കിലെടുത്ത് ഓഹരി വിപണികൾ ഇന്ന് പ്രവർത്തിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബജറ്റ് അവതരണത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 കോളേജ് വിദ്യാർത്ഥികളുമായി മന്ത്രി നിർമ്മല സീതാരാമൻ വൈകിട്ട് സംവദിക്കും. ലോക്സഭാ ഗ്യാലറിയിലിരുന്ന് ബജറ്റ് അവതരണം കാണാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കും. വിവിധ അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള ഇവർ ധനമന്ത്രാലയവും സന്ദർശിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തും. ഗുരു രവിദാസിന്റെ 649-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. പഞ്ചാബിലെത്തുന്ന പ്രധാനമന്ത്രി ആദംപൂർ വിമാനത്താവളത്തിന് ശ്രീ ഗുരു രവിദാസ് ജി വിമാനത്താവളം എന്ന പുതിയ പേര് നൽകും. ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. സമത്വം, കാരുണ്യം, മാനുഷിക മൂല്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവിനെ ആദരിക്കുകയാണ് വിമാനത്താവളത്തിന്റെ പുനർനാമകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ലുധിയാനയിലെ ഹൽവാര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ജലന്ധറിൽ ദേര സച്ഖണ്ഡ് ബലനിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ഗുരു രവിദാസിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുപരിപാടിയിലും പങ്കെടുക്കും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബാഗ്ദോഗ്രയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മമതാ ബാനർജി നേതൃത്വം നൽകുന്ന സർക്കാർ പശ്ചിമബംഗാളിന്റെ സാമൂഹിക ഐക്യം തകർക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് SIR നടപടികൾ പുരോഗമിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഗോവയുടെ പ്രതിശീർഷ വരുമാനത്തിൽ ഗണ്യമായ വളർച്ചയുണ്ടായതായി BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നബിൻ. ഗോവയിലെ തലേഗാവോ കമ്മ്യൂണിറ്റി ഹാളിൽ കാര്യകർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനം 2014-ൽ 1.12 ലക്ഷം രൂപയായിരുന്നു. ഇത് 2023-24 ഏകദേശം 3 ലക്ഷം രൂപയായി ഉയർന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം പുതിയ ഉയരത്തിൽ. ജനുവരി 23-ന് അവസാനിച്ച ആഴ്ചയിൽ രാജ്യത്തിന്റെ മൊത്തം വിദേശ നാണ്യ കരുതൽ ശേഖരം 70,941.3 കോടി ഡോളറിലേക്ക് എത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. ഒരാഴ്ചക്കിടെ ശേഖരത്തിൽ 805.3 കോടി ഡോളറിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത്. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായ സുനേത്ര പവാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ശ്രീമതി പവാർ അക്ഷീണം പ്രവർത്തിക്കുമെന്നും അജിത് പവാറിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്നുമുള്ള വിശ്വാസം പ്രധാനമന്ത്രി പങ്കുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ നീതിയുക്തവും സമഗ്രവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കുന്നതിന് ഇന്ത്യയും അറബ് രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അന്താരാഷ്ട്ര നിയമം, UN പ്രമേയങ്ങൾ, അറബ് സമാധാന സംരംഭം എന്നിവ പ്രകാരം സമാധാന നടപടികൾ നടപ്പിലാക്കുമെന്ന് ന്യൂഡൽഹിയിൽ നടന്ന 2ാം ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഗാസയിൽ സംഘർഷം ഒഴിവാക്കാനും അന്താരാഷ്ട്ര സമൂഹം മുൻഗണന നൽകണമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. The situation in Gaza, in particular, has been the focus for the international community. Taking forward the comprehensive plan to end the Gaza conflict is today a widely shared priority. Various countries have made policy declarations on the peace plan, individually or collectively. This is the larger context in which we deliberate on the region's challenges and prospects. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സാർവത്രികമായ മാനദണ്ഡമായി മാറണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിർദ്ദേശിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2ാം ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിതല യോഗത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ ഏതു തരത്തിലുള്ള ഭീകരതയും ഇന്ത്യയ്ക്കും അറബ് രാജ്യങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരട്ടിയാക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പ്രമുഖ ദേശീയ ദിനപത്രങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളെ സംരക്ഷിക്കുന്നതോടൊപ്പം രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്ന കരുത്തുറ്റ ഒന്നാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21-ന് പ്രസിദ്ധീകരിക്കും. സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. സുരക്ഷിതത്വം എല്ലാവർക്കും പ്രധാനമാണെന്നും സുശക്തമായ കുടിയേറ്റ നിയമം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ 5ാമത് ലോക കേരള സഭയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷിതത്വമാണ് എല്ലാവർക്കും പ്രധാനം. ഇന്നത്തെ കാലത്ത് അത് ഉറപ്പാക്കാനാകും വിധം സുശക്തമായ കുടിയേറ്റ നിയമമാണ് വേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന വെല്ലുവിളിയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ കേന്ദ്രം നടത്തുന്ന നിയമനിർമ്മാണത്തിലെ വ്യവസ്ഥകൾ പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അതിനുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാർ തുടരും എന്ന ഉറപ്പാണ് നൽകാനുള്ളത്. കാതലായ മാറ്റങ്ങളോടെയാണ് 2025 ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ വെൽഫെയർ ബിൽ പ്രസിദ്ധീകരിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഈ മാസം 29-ന് ആരംഭിച്ച ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിൽ 500-ലധികം പ്രവാസി പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വിജയത്തോടെ അവസാനം കുറിച്ച് ഇന്ത്യ. പരമ്പര 4-1-ന് ഇന്ത്യ സ്വന്തമാക്കി. 46 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇഷാൻ കിഷന്റെ സെഞ്ചുറിയുടെ മികവിൽ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 271 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് 19.4 ഓവറിൽ 225 റൺസിന് ഓൾ ഔട്ടായി. 5 വിക്കറ്റ് നേടിയ അർഷ്ദീപ് സിംഗിന്റെ പ്രകടനമാണ് ന്യൂസിലൻഡിനെ തകർത്തത്. ഇഷാൻ കിഷനാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. സൂര്യകുമാർ യാദവ് പരമ്പരയുടെ താരമായി. അണ്ടർ-19 ലോകകപ്പിന്റെ സൂപ്പർ 6 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. സെമി ഫൈനൽ ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതലാണ് മത്സരം. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചും ലോക 1-ാം നമ്പർ സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസും ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്കയെ തോൽപ്പിച്ച് എലേന റബാക്കീന കിരീടം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേന്ദ്ര ബജറ്റ് ഇന്ന് രാവിലെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. പ്രതീക്ഷയോടെ കേരളം. ബജറ്റ് അവതരണത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 കോളേജ് വിദ്യാർത്ഥികളുമായി ധനമന്ത്രി സംവദിക്കും. ഗുരു രവിദാസിന്റെ 649-ാം ജന്മവാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്നും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അനിവാര്യമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരക്ഷിതത്വം പ്രധാനമാണെന്നും ഇതിനായി സുശക്തമായ കുടിയേറ്റ നിയമമാണ് ആവശ്യമെന്നും 5ാമത് ലോക കേരള സഭയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ന്യൂസിലൻഡിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വിജയത്തോടെ അവസാനം കുറിച്ച ഇന്ത്യ. ഇഷാൻ കിഷന് സെഞ്ചുറി, അർഷ്ദീപ് സിംഗിന് 5 വിക്കറ്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 1:50.